റഹ്മാനുർ റഹീം ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാഠം 5. ഇനി ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, പൂരിപ്പിക്കലാണ്. അപ്പോൾ ഒന്നിക്കൽ മഫ്ഊലും ബിഹി കൊണ്ട് പൂരിപ്പിക്കുക, അല്ലെങ്കിൽ ഫിഅൽ കൊണ്ട് പൂരിപ്പിക്കുക. മൻ ഫതഹ അൽ ബാബ, വാതിൽ ആരാണ് തുറന്നത്? അപ്പം മൻ ആര്, ഫതഹ അവൻ തുറന്നു, അൽ ബാബ വാതിൽ ആര് തുറന്നു. അപ്പോൾ ഫതഹ ഫീല്, അൽ ബാബ മഫ്ഊലും ബിഹി. അപ്പോൾ മഫ്ഊലും ബിഹിൻ്റെ അടയാളം നമുക്കറിയാം, മൻസൂബായിരിക്കണം. അപ്പോൾ അൽ ബാബ, അൽ ബാബൂന്നോ അൽ ബാബീന്നോ എഴുതാനോ ഉച്ചരിക്കാനോ പാടില്ല. ഗസലത് ഉഖ്തി അൽ ഖമീസ, എൻ്റെ സഹോദരി കുപ്പായം കഴുകി. ഗസല അവൻ കഴുകി, ഗസലത്ത് അവൾ കഴുകി. എന്തുകൊണ്ട് അവൾ വന്നു? ഉഖ്തി സഹോദരിയാണ് കഴുകിയത്. അപ്പോൾ ഗസല ഫീൽ, ത് എന്താ? സ്ത്രീൻ്റെ അടയാളം, ഫായിലല്ല. ത് സ്ത്രീൻ്റെ അടയാളം, അവൾ കഴുകി എന്ന് പറയാൻ. ആരെ അവൾ? ഉഖ്തി. അപ്പോൾ ഉഖ്തു ആണ് ഫായിൽ. പിന്നെ യാ മുത്തക്കല്ലിം എന്താ? മുലാഫിലെ മജ്റൂർ. അപ്പോൾ ഉഖ്തു ഫായിൽ, വഹുവ മുലാഫ്, യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. അൽ ഖമീസ മൻസൂബായിരിക്കണം, ഫതഹായിരിക്കണം. അൽ ഖമീസ മഫ്ഊലും ബിഹി മൻസൂബ്. പിന്നെ പൂരിപ്പിക്കണം. ഡാഷ് അർ റജുലു അൽ ഹയ്യത്ത ബിൽ അസ. അസ എന്ന് പറഞ്ഞാൽ വടി, ബിൽ അസ എന്ന് പറഞ്ഞാൽ വടി കൊണ്ട്, ഹയ്യത്ത പാമ്പ്, അർ റജുലു പുരുഷൻ. അപ്പോൾ ഖതല റജുലു പുരുഷൻ കൊന്നു, അൽ ഹയ്യത്ത പാമ്പിനെ, ബിൽ അസ വടി കൊണ്ട്. അപ്പോൾ ഖതല ഫീൽ, അർ റജുലു ഫായിൽ, അൽ ഹയ്യത്ത മഫ്ഊലും ബിഹി മൻസൂബ്. അർ റജുലു ഫായിൽ മർഫൂ, ഖതല ഫീലു മാലി ഭൂതകാല ക്രിയ, കൊന്നു. അർ റജുലു പുരുഷൻ. അപ്പോൾ റജുലു ഫായിലായതുകൊണ്ട് മർഫൂ, റജുലു ലമ്മത്തായിരിക്കണം. പിന്നെ മഫ്ഊലും ബിഹി എന്തിനെ കൊന്നു? അൽ ഹയ്യത്ത പാമ്പിനെ കൊന്നു. അപ്പോൾ അത് മഫ്ഊലും ബിഹി മൻസൂബ്, ഫതഹത്തായിരിക്കണം. ബി ഹർഫു ജർ, അൽ അസ ഇസ്മ മജ്റൂർ, ജാറും മജ്റൂർ, ഷിബ് ജുംല. ഖബറാണോ? അല്ല. കാരണം എന്താ? ഇതിന് മുബ്തദ ഇല്ല, ഇത് ജുംല ഇസ്മിയല്ല, ഇത് ജുംല ഫീലിയാണ്. ഡാഷ് യൂസുഫു അൽ കഹ്വത്ത, ഷെരിബ യൂസുഫു അൽ കഹ്വത്ത. ഷെരിബ കുടിച്ചു, ആര് കുടിച്ചു? യൂസുഫ്, അതാണ് ഫായിൽ. അപ്പോൾ മർഫു യൂസുഫു. അൽ കഹ്വത്ത എന്തു കുടിച്ചു? അൽ കഹ്വത്ത കാപ്പി കുടിച്ചു. അപ്പോൾ അതാണ് മഫ്ഊലും ബിഹി മൻസൂബ്. കതബൽ മുദർരിസു അദ്ദർസ അലസ്സബൂറത്തി, ടീച്ചർ അധ്യാപകൻ എഴുതി പാഠം ബോർഡുമേൽ. അപ്പോൾ കതബ ഫീൽ, അൽ മുദർരിസു ഫായിൽ മർഫൂ, അദ്ദർസ മഫ്ഊലും ബിഹി മൻസൂബ്. അദ്ദർസ എന്തെഴുതി? അദ്ദർസ പാഠം എഴുതി. അപ്പോൾ അതാണ് മഫ്ഊലും ബിഹി. അല സബൂറത്തി ബോർഡിന്മേൽ, സബൂറത്ത് എന്ന് പറഞ്ഞാൽ ബോർഡ്. അപ്പോൾ നമുക്കറിയാം ചില ജുംല ഫീലിയൊക്കെ മഫ്ഊലും ബിഹി ഉണ്ടായാലേ അത് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ചില ഫീലിന് മഫ്ഊലും ബിഹി വേണം. ഗസലക്ക് വേണം, ഫതഹക്ക് വേണം, കതബക്ക് വേണം, ഖതലക്ക് വേണം, ഷെരിബക്ക് വേണം. ഇതിനൊക്കെ മഫ്ഊലും ബിഹി വേണം. ഡാഷ് സുആദു അൽ ഖുബ്സ, അപ്പോൾ സുആദ് ഖുബ്സ് തിന്നു, ബ്രെഡ് തിന്നു, അപ്പം തിന്നു. അപ്പോൾ അക്കലത്ത് അവൾ തിന്നു, സുആദു സുആദ് അവൾ തിന്നു, സുആദു ഫായിൽ മർഫൂ, സുആദു ലമ്മത്ത്,
അൽ ഖുബ്സ ഫത്ഹത്ത് മഫൂലും ബിഹി. എന്ത് തിന്നു? അൽ ഖുബ്സ. അപ്പോൾ എന്തിയെ, എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പം ആ ഉത്തരാണ് മഫൂലും ബിഹി. ഖറഅത്തുൽ ഖുർആന, ഞാൻ ഓതി അൽ ഖുർആന, ഖുർആനിനെ. അപ്പോൾ ഖറഅ ഫീൽ, തു ഇവിടെ ഫായിലാണ്, ഞാൻ. പിന്നെ അൽ ഖുർആന, എന്തോതി ഞാൻ? അൽ ഖുർആന. അപ്പോൾ ഖുർആനാണ് മഫൂലും ബിഹി, അപ്പോൾ മൻസൂബ്. അസമീത്തൽ അദാന യാ ഹംസ, ഹംസേ ബാങ്ക് നീ കേൾക്കുന്നുണ്ടോ? സമീയ അവൻ കേട്ടു, സമീത്ത നീ കേട്ടു, അസമീത്ത നീ കേട്ടോ? അൽ അദാന എന്ത്? ബാങ്ക്. അപ്പോൾ അൽ അദാന മഫൂലും ബിഹി മൻസൂബ്. യാ ഹംസത്തു, ഹംസേ. അപ്പം അത് ഹർഫുനിദ, യാ ഹംസത്തു മുനാദ. ഹർഫുനിദ വിളിയുടെ ഹർഫ്, ഹംസത്തു വിളിക്കപ്പെട്ടത്. ഡാഷത്താജിറു ദുക്കാന, ഫതഹത്താജിറു ദുക്കാന. ദുക്കാന ഷോപ്പ്, താജിറു കച്ചവടക്കാരൻ, ഫതഹ തുറന്നു. അപ്പോൾ ഫതഹ ഫീല്, അത്താജിറു ഫായിൽ മർഫൂ, അദ്ദുക്കാന മഫൂലും ബിഹി മൻസൂബ്. എന്ത് തുറന്നു? അദ്ദുക്കാന ഷോപ്പ് തുറന്നു. ഖറജത്തുല്ലാബു മിനൽ ഫസ്ലി, വിദ്യാർത്ഥികൾ ക്ലാസ് റൂമിൽ നിന്ന് പുറപ്പെട്ടു. ഖറജ ഫീൽ, അത്തുല്ലാബു ഫായിൽ. ഇവിടെ മഫൂലും ബിഹി ഇല്ല, കാരണം പുറപ്പെട്ടു എന്ത്, എന്തിനെ എന്നുള്ള വിഷയം വരുന്നില്ല. ഓക്കെ, ആര് പുറപ്പെട്ടു? തുല്ലാബ്. അപ്പോൾ ഫായിൽ, ഫായിൽ മർഫൂ. മീൻ ഹർഫുജർ, അൽ ഫസ്ലി ഇസ്മു മജ്റൂർ, ജാറുമ മജ്റൂർ, ഷിബു ജുംല. ഖബറാണോ? അല്ല, കാരണം മുബ്തദയില്ല, ഇത് ജുംല ഫീലിയാണ്, ഫീലും ഫായിലും. ഇനി മഫൂലും ബിഹി ഉണ്ടോ? ഇല്ല. ഖറജക്ക് മഫൂലും ബിഹി ഇല്ല. ഇനി നമ്മളിവിടെ എന്താണ് മഫൂലും ബിഹി ആക്കണ കൊടുത്ത വാക്കുകളെ. അൽ ഖുർആനു, മഫൂലും ബിഹി ആക്കൽ എങ്ങനെ? ഖറഅത്തുൽ ഖുർആന, ഞാനോതി അൽ ഖുർആന, എന്തിനോതി? ഖുർആൻ. അപ്പോൾ ഖറഅ ഫീൽ, തൂഫായിൽ, അൽ ഖുർആന മഫൂലും ബിഹി മൻസൂബ്. അൽ കഹ്വത്തു, അമാ ഷരിബ്തൽ കഹ്വത്ത, നീ കാപ്പി കുടിച്ചില്ലേ? ഷരിബ്ത നീ കുടിച്ചു, മാ ഷരിബ്ത നീ കുടിച്ചില്ല, അമാ ഷരിബ്ത നീ കുടിച്ചില്ലേ? അൽ കഹ്വത്ത എന്ത്? കാപ്പി. അപ്പോൾ അൽ കഹ്വത്ത മഫൂലും ബിഹി മൻസൂബ്. അത്തുഫാഹു, അക്കലത്ത് സെയ്ദു അത്തുഫാഹ. അക്കലത്തല്ല, സെയ്ദ് പുരുഷനല്ല, അപ്പോൾ അക്കല, അക്കല തിന്നു, അസെയ്ദു അത്തുഫാഹ, എന്തിനെ തിന്നു? ആപ്പിൾ. അപ്പോൾ അത്തുഫാഹ മഫൂലും ബിഹി മൻസൂബ്. അക്കല ഫീൽ, അസെയ്ദു ഫായിൽ മർഫൂ ലമ്മത്ത്. ഫതഹൽ ബാബ, വാതിൽ അവൻ തുറന്നു. ഫതഹ ഫീൽ, ഫതഹ ഈ മാലിയായ ഫീലിൽ ഫായിൽ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണ്, അവൻ. അപ്പോൾ ഫതഹ എന്ന് പറഞ്ഞാൽ തന്നെ അവൻ തുറന്നു. അൽ ബാബ എന്ത് തുറന്നു? അൽ ബാബ വാതിലിനെ തുറന്നു. അപ്പോൾ മഫൂലും ബിഹി മൻസൂബ്. അൽ മുദർരിസു, അദ്ദർസു, അദ്ദർസു. ഓക്കെ, അപ്പം എന്താ? അദ്ദർസുന മഫൂലും ബിഹി ആക്കണം. അപ്പോൾ ഖറഅത്തുൽ ദർസ, ഞാൻ ദർസ് ഓതി, ഞാൻ ദർസ് ഓതി. അപ്പോൾ അദ്ദർസ മഫൂലും ബിഹി മൻസൂബ്, അല്ലെങ്കിൽ വായിച്ചു. അൽ ഖമീസ ഗസലത്ത് ഉമ്മി
അൽ കമീസ. ഗസലത്ത് അവൾ കഴുകി. ആര്? ഉമ്മി, എൻ്റെ ഉമ്മ. അപ്പോൾ ഉമ്മു ഫായിൽ, വഹുവ മുലാഫ്, യാ മുത്തക്കല്ലിം മുലാഫ് ഇലൈഹി മജ്റൂർ. ഗസല ഗസലത്ത് ഫീൽ. ആ ത് ഫായിലാണോ? അല്ല. ത് താൻ്റെ മുകളിൽ സുക്കൂന്, സ്ത്രീൻ്റെ അടയാളാണ്. ഉമ്മു ഫായിൽ, വഹുവ മുലാഫ്, യാ മുത്തക്കല്ലിം മുലാഫ് ഇലൈഹി മജ്റൂർ. അൽ കമീസ കുപ്പായം. എന്ത് കഴുകി? അൽ കമീസ കുപ്പായം. മഫ്ഊലുൻ ബിഹി മൻസൂബ്. അപ്പോൾ ചില ഫീലുകൾക്ക് മഫ്ഊലുൻ ബിഹി ആവശ്യമാണ്, ചില ഫീലുകൾക്ക് ഉദാഹരണം ഖറജ, ദഹബ മഫ്ഊലുൻ ബിഹി ആവശ്യമില്ല. ഇനി താഴെ കൊടുത്തതൊന്ന് ചിന്തിച്ചു നോക്കാം. അത്തുല്ലാബു ദഹബു ഇലൽ മൽഅബി. വിദ്യാർത്ഥികൾ അവർ പോയി കളിസ്ഥലത്തിലേക്ക്. മല്ലബി എന്ന് പറഞ്ഞാൽ കളിസ്ഥലം, പ്ലേ ഗ്രൗണ്ട്. അത്തുല്ലാബു ജുംല, അപ്പോൾ ഇസ്മ കൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ മുബ്തദഉൻ മർഫൂൻ. ജുംല ഇസ്മിയ. അത്തുല്ലാബു മുബ്തദഉൻ മർഫൂൻ, ദഹബു ഫീൽ. അപ്പോൾ ദഹബ ഫീൽ, വാവുൽ ജമ്മ് ഫായിൽ. അപ്പോൾ ഇവിടെ ജുംല ഫീലിയാണ് ഖബർ. ഓക്കെ, ഖബർ മുബ്തദൻ്റെ ഖബർ എന്താ? അവർ പോയി. ഇല ഹർഫുജർ, മൽഅബി ഇസ്മു മജ്റൂർ, ജാർ മജ്റൂർ, ഷിബ് ജുംല. ഇനി ഖബർ എന്ന് പറയേണ്ടതുണ്ടോ? ഇല്ല, കാരണം ജുംല ഫീലിയ ഖബറായി കഴിഞ്ഞു. ഇനി താഴത്തത് നോക്കൂ. ദഹബത്തുല്ലാബു ഇലൽ മൽഅബി. ഇതും വിദ്യാർത്ഥികൾ പോയി കളിസ്ഥലത്തിലേക്ക് തന്നെയാണ്. പക്ഷെ ഇവിടെ വ്യത്യാസം എന്താ? ആദ്യത്തെ വാക്യത്തിൽ അത്തുല്ലാബ് കൊണ്ടാണ് തുടങ്ങിയത്, വിദ്യാർത്ഥികൾ. അപ്പോൾ ജുംല ഇസ്മിയ. അതിൻ്റെ താഴെ കൊടുത്തത് ഫീല് കൊണ്ടാണ് തുടങ്ങിയത്, ദഹബത്തുല്ലാബു, വിദ്യാർത്ഥികൾ പോയി. ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ വിദ്യാർത്ഥികൾ അത്തുല്ലാബു ആണ് ഫായിൽ, ദഹബ ഫീല്, അത്തുല്ലാബു ഫായിൽ. അപ്പോൾ ദഹബ ശ്രദ്ധിച്ചോ, ആടെ ഈ വാവുൽ ജമ്മില്ല. ശ്രദ്ധിച്ചോ, വാവുൽ ജമ്മില്ല. ആദ്യത്തെ വാക്കത്തിൽ ദഹബൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്തുകൊണ്ട് ദഹബൂ എന്ന് പറയാത്ത? നമ്മളിത് മുമ്പ് പഠിച്ചതാണ്. ഒന്നും കൂടി ഓർക്കുക, ഒന്നും കൂടി മനസ്സിലാക്കുക. ദഹബ അതിന് ശേഷം ജമ്മ് ഇസ്മ വന്നാൽ, ഫായിൽ ജമ്മായിട്ട് വന്നാൽ, ഫീലിന് ശേഷം ഫായിൽ ജമ്മായിട്ട് വന്നാൽ, ഇവിടുത്തെ ഉദാഹരണം അത്തുല്ലാബു ജമ്മാണ്, ബഹുവചനാണ്. ബഹുവചനായിട്ട് വന്നാൽ ആ ഫീലിൻ്റെ കൂടെയും ബഹുവചനത്തിൻ്റെ ഫായിൽ എഴുതൂല, ആ വാവുൽ ജമ്മ് എഴുതൂല, ദഹബാന്ന് എഴുതുള്ളൂ. കാരണം രണ്ട് ഫീലുകൾ ഒരു വാക്യത്തിൽ വരാൻ പാടില്ല. ഇവിടെ ദഹബു എന്ന് എഴുതിയാൽ ആ വാവുൽ ജമ്മും ഫായിലാവും, അത്തുല്ലാബും ഫായിലാവും. അപ്പോൾ രണ്ട് ഫായിലുകൾ വരാൻ പാടില്ല, ഒറ്റ ഫായിലേ വരാൻ പാടുള്ളൂ. അപ്പോൾ ദഹബൻ്റെ കൂടെ വാവുൽ ജമ്മ് എന്നുള്ള ഫായിൽ എഴുതൂല, ദഹബത്തുല്ലാബു ഇലൽ മൽഅബി. ഓക്കെ, അപ്പോൾ ഫീല് കൊണ്ട് തുടങ്ങിയാൽ അങ്ങനെയാണ്. അതിനുശേഷം ജമ്മ ഇസ്മ വന്നാൽ ആ ഫീലിൻ്റെ ജമ്മ എഴുതൂല. ബാറക്കല്ലാഹു ഫീക്കും. അടുത്തത് നോക്കൂ. അത്വാലിബാത്തു ദഹബ്ന ഇലൽ മക്തബത്തി. വിദ്യാർത്ഥിനികൾ അവർ പോയി ഓഫീസിലേക്ക്, അല്ലെങ്കിൽ ലൈബ്രറിയിലേക്ക്. മക്തബത്തി എന്ന് പറഞ്ഞാൽ ഓഫീസ്, ലൈബ്രറി. അപ്പോൾ ആ ത്വാലിബാത്തു എന്ന് പറയുമ്പോൾ ജുംല ഇസ്മിയ, ഇസ്മ കൊണ്ട് തുടങ്ങുന്നുണ്ട്, ജുംല ഇസ്മിയ. ദഹബ്ന അവർ സ്ത്രീകൾ പോയി. അപ്പോൾ ദഹബ്ന, ദഹബ ഫായിൽ, അനൂനാണ്, അല്ല ദഹബ ഫീൽ, അനൂനാണ് ഫായിൽ. അവർ സ്ത്രീകൾ എന്ന് സൂചിപ്പിക്കാനുള്ള ഫായിൽ. ആര് പോയി? അവർ സ്ത്രീകൾ, അതാണ് ഫായിൽ. ഇല ഹർഫുജർ, അൽ മക്തബത്തി ഇസ്മു മജ്റൂർ, ജാർ മജ്റൂർ, ഷിബു ജുംല. ഇവിടെയും ഈ ദഹബ്ന ജുംല ഫീലിയാണ് ഖബർ, മുബ്തദൻ്റെ ഖബർ. അത്വാലിബാത്തുവിൻ്റെ ഖബർ ദഹബ്ന, ജുംല ഫീലിയ. അഞ്ചാമത്തെ ഇനം ഖബറാണ്, ജുംല ഫീലിയ ഖബറായിട്ട് വരുന്നത്. നമ്മൾ പഠിച്ചതാണ്. ഇനി അതേപോലെ അടുത്ത വാക്യം നോക്ക്. ദഹബത്ത് അത്വാലിബാത്തു ഇലൽ മക്തബത്തി. ഇത് ഒരേ അർത്ഥം തന്നെയാണ്. വിദ്യാർത്ഥിനികൾ പോയി ഓഫീസിലേക്ക് അല്ലെങ്കിൽ ലൈബ്രറിയിലേക്ക്. പക്ഷെ ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ ഫീല് കൊണ്ടാണ് തുടങ്ങിയത്.
അപ്പോൾ ഇവിടെയും ഇത് സ്ത്രീലിംഗത്തിൻ്റെ ഉദാഹരണം കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ ആ തുല്ലാബു ദഹബു ഇലൽ മല്ലബി പുല്ലിംഗത്തിൻ്റെ ഉദാഹരണമാണ്. ഇവിടെ ഇനി സ്ത്രീലിംഗത്തിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ സ്ത്രീലിംഗത്തെ ഉദാഹരണത്തിൽ ഇവിടെ ഇനി നോക്കുക അടുത്തത് ദഹബത്ത് അത്വാലിബാത്തു, ദഹബത്തി ത്വാലിബാത്തു ഇലൽ മക്തബത്തി. അപ്പോൾ ദഹബത്ത് കണ്ടോ, അവിടെ ദഹബ്ന എന്നല്ല എഴുതിയ, ആ ബഹുവചനം ഒഴിവാക്കിയിട്ട് ഏകവചനാക്കി ദഹബത്ത്. കാരണം രണ്ട് ഫായിലുകൾ വരാൻ പാടില്ല, കാരണം അടുത്തത് ഫായിലാണ് അത്വാലിബാത്തു വിദ്യാർത്ഥിനികൾ. അപ്പോൾ ദഹബന അത്വാലിബാത്തു എന്ന് പറഞ്ഞാൽ രണ്ട് ഫായിലുകൾ വരും. അങ്ങനെ ഒരു വാക്യത്തിൽ പിന്നെ അറബി ഇത് ഗ്രാമറിൽ വരാൻ പാടില്ല, ഏകവചനാണ് ഫീലപ്പ് എഴുതുക. അപ്പോൾ ദഹബത്ത് അത്വാലിബാത്തു വിദ്യാർത്ഥിനികൾ പോയി ഇലൽ മക്തബത്തി. ഇതെങ്ങനെ ഉച്ചരിക്കുക? ദഹബത്തി ത്വാലിബാത്തു ഇലൽ മക്തബത്തി. കാരണം ദഹബക്ക് ശേഷം താൻ്റെ മുകളിൽ സുക്കൂന്, ആ ത്വാലിബാത്തൂൽ ലാമിൻ്റെ മുകളിൽ സുക്കൂന്. പിന്നെ രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് വന്നാൽ താൻ്റെ മുകളിലുള്ള സുക്കൂന് കസറാവും, എന്നാലേ ഉച്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദഹബത്തി ത്വാലിബാത്തു ഇലൽ മക്തബത്തി. അപ്പോൾ ദഹബ ഫീൽ ത് സ്ത്രീൻ്റെ അടയാളം, ഫായിലല്ല. അത്വാലിബാത്തു ആണ് ഫായിൽ. ഇല ഹർഫുജർ, അൽ മക്തബത്തി ഇസ്മ മജ്റൂർ, ജാറുമ മജ്റൂർ, ഷിബു ജുംല. ഖബറാണോ? അല്ല, കാരണം ഇതിന് മുബ്തദയില്ല, കാരണം ഇത് ജുംല ഇസ്മിയ അല്ല. ബാറക്കല്ലാഹു ഫീക്കും.